So we can start a skincare series. Okay. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓയിലി ആണോ, ഡ്രൈ സ്കിൻ ആണോ, നോർമലാണോ, നോർമൽ ടു ഓയിലി ആണോ, അങ്ങനെ. ഇപ്പോൾ ഓയിലി ആണെങ്കിൽ നമ്മളിപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡള്ളാവും, കാരണം അതിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും സ്കിന്നിൽ. ദെൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അറിയാലോ, ഒരു ഓയിലി കാണില്ല, എപ്പോഴും ഒരു ഡ്രൈനെസ് ആയിരിക്കും ഫേസിൽ മുഴുവൻ. ദെൻ നോർമൽ സ്കിൻ ആണെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും, ഓയിലി ആൻഡ് ഡ്രൈ സ്കിന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഓയിലി സ്കിന്ന്. ഞാനൊക്കെ ഓയിലി സ്കിന്നാണ്. അവർ മസ്റ്റ് ലൈക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഇപ്പോൾ സെറമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സർട്ടൻ പ്രോഡക്ട്സ് മാത്രമാണ് അവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവരുടെ സ്കിൻ ടൈപ്പിൻ്റെ അല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലോഗ്സ് ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവും. സോ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യാൻ അവർക്ക് പറ്റിയൊരു ഇതാണ് നിയാസിനമൈഡ് കണ്ടൻറ്റുള്ള മോയ്സ്ചറൈസർ. നിയാസിനമൈഡിൻ്റെ സെറം അടിപൊളിയായിരിക്കും. ആ സെറം നിയാസിനമൈഡിൻ്റെ സെറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആവും. പിന്നെ ഒരു എൻ്റെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു എൻറ്റയർ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഫീല് കിട്ടും. പിന്നെ നിയാസിനമൈഡിൻ്റെ കണ്ടൻറ്റ് ഉള്ള തന്നെ മോയ്സ്ചറൈസർ എടുക്കാൻ ശ്രമിക്കുക. സൺസ്ക്രീൻ നിയാസിനമൈഡ് കണ്ടൻറ്റ് പ്ലസ് ജെൽ ടൈപ്പ് സൺസ്ക്രീനാണ് ഓയിലി സ്കിന്നുകാർ ചൂസ് ചെയ്യേണ്ടത്. സോ ഇതാണ് ഓയിലി സ്കിൻകാരുടെ ഒരു ഇതെന്ന് പറയുന്നത്.